നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉയിർപ്പിന്റെ പ്രത്യാശയുമായി ഈസ്റ്റർ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിപുലമായ ഉയിർപ്പ് തിരുനാൾ ചടങ്ങുകൾ. ഈസ്റ്റർ ദിനത്തിൽ തൃശൂരിൽ പള്ളികൾ സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അടിതെറ്റി വീണാലും നിനക്ക് ഉയിർപ്പുണ്ടെന്നതിന്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് സുരേഷ് ഗോപി. ലഹരിക്കെതിരെ പോലീസിന്റെയും എക്സൈസിന്റെയും ജാഗ്രത തുടരുന്നു. കേച്ചേരിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ അറസ്റ്റിൽ. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് രഹസ്യവിവരത്തെ തുടർന്ന് ഇരുവരുടെയും കുന്നംകുളത്തെ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ. സിന്തറ്റിക് ട്രാക്ക് തേടി 20 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ദുരവസ്ഥ പേറി മാത്തൂരിലെ കായിക പ്രതിഭകൾ. കായിക താരങ്ങൾക്ക് ആശ്രയം പാലക്കാട് മെഡിക്കൽ കോളേജ് മൈതാനം. സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഓട്ടം പരിശീലിക്കാൻ നിത്യവും 40 കിലോമീറ്റർ യാത്ര. വാർത്തകൾ വിശദമായി. പ്രത്യാശയുടെ ഉയിർപ്പ് അനുസ്മരിച്ച് ഇന്ന് ഈസ്റ്റർ. കുരിശിൽ മരിച്ച യേശു മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റതിൻ്റെ സ്മരണയിൽ 50 ദിവസത്തെ നോമ്പാചരണത്തിനൊടുവിലാണ് ക്രൈസ്തവർ പ്രത്യാശയുടെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നത്. ദേവാലയങ്ങളിൽ രാത്രി ഉയിർപ്പു ശുശ്രൂഷകൾ നടന്നു. ശനിയാഴ്ച വൈകിട്ട് മുതൽ പല ദേവാലയങ്ങളിലും ഈസ്റ്റർ കുർബാനകളും ആഘോഷങ്ങളും ആരംഭിച്ചിരുന്നു. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും നിത്യജീവിതത്തിലേക്കുള്ള കവാടമാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈസ്റ്റർ. തൃശൂരിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഉയിർപ്പ് തിരുനാൾ ചടങ്ങുകൾ നടന്നു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ഉയിർപ്പ് തിരുനാൾ എതിരേൽപ്പ് കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംദാന പള്ളിയിൽ നിന്നാരംഭിച്ച് മാർത്ത് മറിയം വലിയ പള്ളിയിൽ സമാപിച്ചു. വലിയ പള്ളിയിൽ മാർ ഔഗിൻ കുര്യോക്കോസ് മെത്രാപ്പൊലീത്ത ഉയിർപ്പ് തിരുനാൾ അനുഗ്രഹം നൽകി. ഈസ്റ്റർ ദിനത്തിൽ തൃശൂരിൽ പള്ളികൾ സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെയും സന്ദർശിച്ചു. തൃശൂരിലെ പുത്തൻപള്ളി, ഒല്ലൂർ പള്ളി എന്നിവിടങ്ങളിലാണ് സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത്. ഇതിനുശേഷം തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ചു. ഇരുവരും പരസ്പരം മധുരം കൈമാറി. സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നതായും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഈസ്റ്റർ നൽകുന്നത് പ്രത്യേകിച്ച് ഈസ്റ്ററിൻ്റെ സന്ദേശം തന്നെ സമാധാനത്തിൻ്റേതാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യമായി പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ഞങ്ങളുടെ കുർബാനയിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. സമാധാനം എന്ന അതിൻ്റെ ആരാധനാക്രമത്തിൻ്റെ വാക്കിന് തന്നെ അർത്ഥം തന്നെ ഈശോ എന്നാണ്. പിന്നെ 2020 പ്രത്യാശയുടെ തീർത്ഥാടകരാകാനുള്ള ജൂബിലി വർഷമാണ്. അതുകൊണ്ട് ഈസ്റ്റർ പ്രത്യാശയുടെ തിരുനാളാണ്, സമാധാനത്തിൻ്റെ തിരുനാളാണ്, പുതുജീവൻ്റെ തിരുനാളാണ്, പ്രകാശത്തിൻ്റെ തിരുനാളാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം തിരുനാളുകളുടെ തിരുനാളാണ്. ഈ അവസരത്തിൽ സുരേഷ് ഗോപി ഈ ഭവനത്തിൽ വരാനും ഈസ്റ്റർ ആശംസകൾ നൽകാനും വന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പേരിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുകയാണ്. അടിതെറ്റി വീണാലും നിനക്ക് ഉയിർപ്പുണ്ട് എന്നതിൻ്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പ്രതീക്ഷകളില്ലെങ്കിൽ ജീവിതമില്ല. പ്രതീക്ഷയിലൂടെയാണ് ഓരോ കുടുംബവും സംസ്ഥാനവും രാജ്യവും മുന്നോട്ടു പോകുന്നത്. ആ പ്രതീക്ഷയാണ് ഈസ്റ്റർ നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പ്രത്യാശ, പ്രതീക്ഷ ഇതൊന്നും നമ്മളെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. വീഴ്ചയിലേക്കോ അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തപ്പെടുമ്പോഴും അപ്പോഴും പറയും അവനെ വാരി പുണരുക, അവനവൻ്റെ പടയാളികൾ നിനക്ക് വിട്ടുതരും. അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ജീവിതമില്ല. ഓരോ ദിവസവും നമ്മൾ അടുത്ത ദിവസം ഉണരും എന്ന് പറഞ്ഞാണ് ഉറങ്ങുന്നത്. ആ പ്രതീക്ഷയിൽ നിന്ന് തുടങ്ങിയുള്ള പ്രതീക്ഷകൾ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ഭാവി തലമുറകളുടെ കാര്യമായാലും ശരി തന്നെ, ലോകത്തിൻ്റെ കാര്യം, രാജ്യത്തിൻ്റെ കാര്യം, സംസ്ഥാനത്തിൻ്റെ കാര്യം, വീടിൻ്റെ കാര്യം എല്ലാം പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ വിൽ നെവർ ഫെയിൽ യു. ഒരിക്കലും നിങ്ങളെ തോൽവിയിലേക്ക് വിട്ടുകൊടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം. ഉയിർപ്പുണ്ട്. അടിതെറ്റി വീണാലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് നിനക്ക്. സുരേഷ് ഗോപിക്കൊപ്പം BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ,
തൃശൂർ. ഈസ്റ്റർ ആശംസകളുമായി ഷൊർണൂരിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലെത്തി BJP നേതാക്കൾ. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവിധ ദേവാലയങ്ങൾ സന്ദർശിച്ചത്. ശനിയാഴ്ച വൈകുന്നേരമാണ് BJP നേതാക്കളും പ്രവർത്തകരും ഈസ്റ്റർ ആശംസകളുമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലന്റെ നേതൃത്വത്തിലാണ് ഷൊർണൂരിലെ റോമൻ കത്തോലിക്ക ദേവാലയം, സെന്റ് ആന്റണീസ് ലാറ്റിൻ ദേവാലയം, CSI സെന്റ് പോൾസ് പ്രോ കത്തീഡ്രൽ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയത്. ജില്ലാ പ്രസിഡന്റിനൊപ്പം മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് EP. നന്ദകുമാർ, സെക്രട്ടറി K. പ്രസാദ്, ജനറൽ സെക്രട്ടറി സിനി മനോജ്, കല്ലിപ്പാടം ഗോപകുമാർ, മനോജ് ആറാണി, ഹരീഷ് ഗണേഷ് ഗിരി, നാരായണൻ മുണ്ടായ തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ ഈസ്റ്റർ ആഘോഷിച്ചു. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ നിരവധി വിശ്വാസികൾ ഈസ്റ്റർ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷം മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചത്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നൽകുന്ന പ്രത്യാശയും പ്രചോദനവുമാണ് ഈസ്റ്റർ. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ വിപുലമായ പരിപാടികളോടെ ഉയിർപ്പു തിരുനാൾ ആഘോഷിച്ചു. പ്രതീകാത്മകമായി ഒരുക്കിയ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദൃശ്യാവിഷ്കരണവും പ്രദക്ഷിണവും ഈസ്റ്റർ മുട്ട വിതരണവും ദേവാലയത്തിൽ സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ മിഥുൻ കോമ്പാറ, ഫാദർ ടിബിൻ കോരോത്ത് എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPI മങ്കര ലോക്കൽ സമ്മേളനം മാങ്കുറിശ്ശിയിൽ സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതത് കാലങ്ങളിൽ ഈ രാജ്യം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ഗഹനമായ ചർച്ചകൾ നടത്തുകയും ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു പ്രക്രിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസുകൾ നടക്കാറുണ്ട്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച കാലത്തെക്കുറിച്ചെല്ലാം തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടം കൊടുമ്പിരിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ EP. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K. വേലു, മണ്ഡലം സെക്രട്ടറി മുരളി താരക്കാട്, K. ബാബു എന്നിവർ സംസാരിച്ചു. MS. വേലായുധൻ സ്വാഗതവും സുഭാഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ കേച്ചേരിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി പട്ടികര സ്വദേശി 48 വയസ്സുള്ള അദ്നാൻ, കേച്ചേരി മണലി സ്വദേശി 62 വയസ്സുള്ള ബാസി എന്നിവരാണ് പിടിയിലായത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജാബിറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരുടെയും കേച്ചേരിയിലെ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. അദ്നാനിൽ നിന്ന് 124 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസും ഭാസിയിൽ നിന്ന് 15 പാക്കറ്റ് ഹാൻസുമാണ് പിടികൂടിയത്. സംഭവത്തിൽ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മേഖലയിൽ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് കുന്നംകുളം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കര ഇരുനിലങ്കോട് ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ ET. രാജേഷ് നേതൃത്വം നൽകി. ബാലവേദി കുട്ടികളുടെ കവിതകൾ, ഉപന്യാസങ്ങൾ, ഫ്ലാഷ് മോബ്, നൃത്താവിഷ്കാരങ്ങൾ എന്നിവയും ബോധവൽക്കരണ ക്ലാസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. വരും കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം.
വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക തടിപ്പിടിൽ ഒരു നാളുണ്ടാ. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങും. സിന്തറ്റിക് ട്രാക്ക് ഇല്ലാത്തതിനാൽ മാത്തൂരിലെ കായിക താരങ്ങൾക്ക് ആശ്രയം പാലക്കാട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട്. മാത്തൂർ CFD സ്കൂളിൽ നടന്നുവരുന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പരിശീലനത്തിന് എത്തുന്ന ചെറിയ കുട്ടികൾ ഉൾപ്പെടെ 50 പേരാണ് 20 കിലോമീറ്റർ അകലെയുള്ള മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ എത്തുന്നത്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മെഡലുകൾ നേടി ഉജ്ജ്വല നേട്ടം കൈവരിച്ച കായിക രംഗത്തിന് രാജ്യത്തിനും സംസ്ഥാനത്തിനും നിരവധി നേട്ടങ്ങൾ കൈവരിച്ച കായിക പ്രതിഭകളെ സർക്കാർ കണ്ണു തുറന്നു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. ഇത്രയും നേട്ടങ്ങൾ കൈപ്പിടിയിലൊതുക്കിയ ഈ കായിക വിദ്യാർത്ഥികൾക്ക് പരിശീലനത്തിന് സ്വന്തം സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് സൗകര്യമില്ലാത്തതിനാൽ ഏറെ ദൂരം താണ്ടി എന്നും അതിരാവിലെ പാലക്കാട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ എത്തേണ്ട ഗതികേടിലാണിവർ. മാത്തൂർ CFD സ്കൂളിൽ നടന്നുവരുന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പരിശീലനത്തിനെത്തുന്ന ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള 50 പേരാണ് അതിരാവിലെ 20 കിലോമീറ്റർ അകലെയുള്ള പാലക്കാട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലെത്തുന്നത്. കായികാധ്യാപകൻ സുരേന്ദ്രൻ മാസ്റ്ററാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്. ആഴ്ചയിൽ 3 ദിവസം മാത്തൂർ CFD സ്കൂൾ ഗ്രൗണ്ടിലും 3 ദിവസം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലുമാണ് ഇവർ പരിശീലനം നേടുന്നത്. മാത്തൂർ CFDയിൽ സിന്തറ്റിക് സൗകര്യം ഏർപ്പെടുത്തിയാൽ അതിരാവിലെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലെത്തുന്നത് ഒഴിവാക്കാനാകുമെന്നാണ് രക്ഷിതാക്കളും കായിക പരിശീലകർ സുരേന്ദ്രൻ മാസ്റ്ററും പറയുന്നത്. അതിന് സർക്കാരും കായിക വകുപ്പും കണ്ണു തുറക്കണം. സുരേന്ദ്രൻ മാസ്റ്റർക്ക് പുറമെ ഇവർക്ക് പരിശീലനം നൽകാൻ കഞ്ചിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കായികാധ്യാപകനും കോർ SRG റിസോഴ്സ് പേഴ്സൺ സാദിക്കും പരിശീലനം നൽകുന്നുണ്ട്. കായിക ഭൂപടത്തിൽ സംസ്ഥാനത്തെ അന്താരാഷ്ട്ര പദവിയിലെത്തിക്കാൻ പ്രയത്നിച്ച മാത്തൂരിലെ കായിക പ്രതിഭകളോട് സർക്കാരിൻ്റെ കരുതലുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി വാർഷിക ജനറൽ ബോഡി യോഗം ലൈബ്രറി ഹാളിൽ ചേർന്നു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിവര ശേഖരണത്തിനുമുള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ആവശ്യമായ ഒരിടമാണ് യഥാർത്ഥത്തിൽ വായനശാലകൾ. വായനശാലകൾ സൃഷ്ടിക്കപ്പെടുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല. കാരണം യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് RG പിള്ള സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി KC രാജൻ റിപ്പോർട്ടും ട്രഷറർ MC ശങ്കരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ചർച്ച, ഭാരവാഹി തിരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു. പ്രശാന്ത് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തിരുവിലാമലയിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. തോഴൂർ വീട്ടിൽ 70 വയസ്സുള്ള രാജനാണ് ഇന്ന് രാവിലെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നുവെങ്കിലും ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നു. കഴിഞ്ഞ രാത്രിയാണ് തിരുവില്ലാമലയിൽ വെച്ച് രാജനെ കാറിടിച്ചത്. വിഷദ്രാവകം കഴിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മങ്കരക്കോട്ടയിൽ മൈലാവിൽ 28 വയസ്സുള്ള സതീഷാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 4:30-നാണ് മരണം സംഭവിച്ചത്. സതീഷിൻ്റെ അച്ഛൻ പരമേശ്വരൻ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാത്രി മരിച്ചിരുന്നു. ഈ മാസം 9-ന് രാത്രിയാണ് ഇരുവരും പുല്ല് കരിക്കുന്ന വിഷവസ്തു കഴിച്ചത്. സതീഷിൻ്റെ അമ്മ പരേതയായ ഓമന, സഹോദരൻ ശബരിനാഥ്. സംസ്കാരം മങ്കര കാളികാവ് ശ്മശാനത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വിഷുക്കണി കാണുന്നതിനിടെ വിളക്ക് തട്ടിമറിഞ്ഞ് തീപിടിച്ച് വീട്ടമ്മ ചികിത്സയിലിരിക്കെ നിര്യാതയായി. സാമവേദ ആചാര്യൻ പാഞ്ഞാൾ തോട്ടത്തിൽ മന കൃഷ്ണൻ നമ്പൂതിരിയുടെ സഹധർമ്മിണി 62 വയസ്സുള്ള അജിത അന്തർജനമാണ് നിര്യാതയായത്. 14-ാം തീയതി പുലർച്ചെ വിഷുക്കണി കണ്ടതിനു ശേഷം തിരിയുമ്പോൾ കാൽ തട്ടി നിലവിളക്ക് വീഴുകയും ഇതിൽ നിന്നുള്ള തീ അജിതയുടെ മാക്സിയിൽ കത്തിപ്പിടിക്കുകയുമായിരുന്നു.
വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സയിലിരിക്കവെയാണ് മരണം സംഭവിച്ചത്. ചെറുതുരുത്തി പോലീസ് ഞായറാഴ്ച രാവിലെ മേൽ നടപടികൾ സ്വീകരിച്ച് മുളങ്ങുന്നതുകാവ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മക്കൾ ഉമ, ഡോക്ടർ ശിവകരൻ, മരുമകൻ അമിത് നമ്പൂതിരി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉയിർപ്പിന്റെ പ്രത്യാശയുമായി ഈസ്റ്റർ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിപുലമായ ഉയിർപ്പു തിരുനാൾ ചടങ്ങുകൾ. ഈസ്റ്റർ ദിനത്തിൽ തൃശൂരിൽ പള്ളികൾ സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അടിതെറ്റി വീണാലും നിനക്ക് ഉയിർപ്പുണ്ടെന്നതിന്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് സുരേഷ് ഗോപി. ലഹരിക്കെതിരെ പോലീസിന്റെയും എക്സൈസിന്റെയും ജാഗ്രത തുടരുന്നു. കേച്ചേരിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ അറസ്റ്റിൽ. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് രഹസ്യവിവരത്തെ തുടർന്ന് ഇരുവരുടെയും കുന്നംകുളത്തെ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ. സിന്തറ്റിക് ട്രാക്ക് തേടി 20 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ദുരവസ്ഥ പേറി മാത്തൂരിലെ കായിക പ്രതിഭകൾ. കായിക താരങ്ങൾക്ക് ആശ്രയം പാലക്കാട് മെഡിക്കൽ കോളേജ് മൈതാനം. സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഓട്ടം പരിശീലിക്കാൻ നിത്യവും 40 കിലോമീറ്റർ യാത്ര. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.